പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ സെഷൻ ആരംഭിക്കാമല്ലോ. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധ പാദപീഠത്തിൽ ഞങ്ങൾക്ക് വീണ്ടും അടുത്തു വരുവാൻ അങ്ങ് ഞങ്ങളോട് മനസ്സിലൂടെ തോന്നിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ നന്മകളും തന്നെ ഞങ്ങളെ പരിപാലിക്കുന്നല്ലോ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി പ്രേക്ഷകരിലേക്ക് എത്തുവാനായി ദൈവം ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നല്ലോ. ദൈവം ഞങ്ങൾക്ക് തന്ന വെളിപ്പാടുകൾ, അമ്മയെ വചനത്തിൻ്റെ നോളജുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ ദൈവമഹത്വം, ദൈവം എങ്ങനെ ഞങ്ങൾ ദൈവം വസിക്കുന്നു എന്നുള്ള ആ മഹത്വത്തെക്കുറിച്ച് പറയുവാനായി കർത്താവിൻ്റെ ദാസനെ കൂട്ടിക്കൊണ്ടുവന്നല്ലോ. തിരുക്കരങ്ങളിലൊക്കെ തുടർന്നുള്ള മീറ്റിങ്ങിനെ ഏൽപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടനായ സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പുതിയൊരു എപ്പിസോഡിലേക്ക് കടന്നു വരുവാൻ സുഖത്തെ ദൈവം ഇടയാക്കി. ആമേൻ. നമ്മളിൽ വസിക്കുന്ന ദൈവമഹത്വം, നമ്മിൽ വസിക്കുന്ന ദൈവമഹത്വത്തെക്കുറിച്ച് സംസാരിപ്പാൻ തുടർമാനമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിന് ആമേൻ സംസാരിപ്പാനായി കർത്താവദാസനും മഞ്ചം പാസ്റ്റർ വന്നിട്ടുണ്ട്. പാസ്റ്റർ കെ വർഗീസ്. തുടർന്നുള്ള സമയം കർത്താവദാസനെ കൈമാറുന്നു. താങ്ക് യു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സൂം ലൈനിലൂടെ ഞങ്ങൾക്ക് ഇങ്ങനെ ദൈവമക്കളുടെ അടുക്കൽ കടന്നു വരുവാൻ തക്കൊണ്ട് സ്വർഗത്തിലെ ദൈവം സഹായിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ യൂട്യൂബിലൂടെയും ഓൺലൈനിലൂടെയും ഒക്കെ ഞങ്ങളെ കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദൈവത്തിൻ്റെ മഹത്വം എന്നുള്ള വിഷയത്തെക്കുറിച്ച് അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഞാൻ ദൈവമഹത്വത്തെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷമാണ് നമ്മിൽ വസിക്കുന്ന ദൈവമഹത്വം. ആദ്യം നമ്മൾ യേശുവിൽ വസിച്ച ദൈവമഹത്വം വെളിപ്പെടുത്തിയ കാര്യമാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് നിർത്തിയത്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. അത് വായിക്കുന്നതിന് മുമ്പ് 1-2 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാണ്ട്, ദൈവമഹത്വം യേശുവിൽ വസിച്ചു, ആ മഹത്വം വെളിപ്പെടുത്തി. എങ്ങനെയാണ് വെളിപ്പെടുത്തിയത്? തൻ്റെ പ്രവൃത്തിയിലൂടെയാണ് വെളിപ്പെടുത്തിയത്. അത് തൻ്റെ നാവിലൂടെയാണ് അത് വെളിപ്പെടുത്തിയത്. അപ്പം നമ്മിൽ വസിക്കുന്ന മഹത്വം വേറൊരു വ്യക്തി കാണണമെന്നുണ്ടെങ്കിൽ, ദൈവം നമ്മുടെ മേൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന, നമ്മുടെ മേൽ പകർന്നു തന്നിരിക്കുന്ന മഹത്വം നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം? പുറത്തേക്ക് കൊണ്ടുവരണം. അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഇന്ന് ഒരാള് പ്രസംഗിക്കുന്ന കേട്ടുകൊണ്ടായിരുന്നു ഇരുന്നത് രാവിലെ. എൻ്റെ ഒരു സ്നേഹിതനാണ്, ഡാളസിലുള്ള ഒരാൾ തന്നെയാണ്. നമ്മൾ കഷ്ടപ്പെട്ടത് മാത്രമേ കർത്താവിൻ്റെ ശിഷ്യനാകാൻ പറ്റുള്ളൂ. ഇവരെല്ലാം പഠിച്ചു വെച്ചേക്കുന്ന കഷ്ടതയാണ് ശിഷ്യന്റെ ലക്ഷണം. ദൈവമക്കളെ, ഇങ്ങനെ നിങ്ങളുടെ തലയെ കയറ്റി വെച്ചേക്കുന്നത് കൊണ്ട് ഇന്ന് വേറൊരാൾ എന്നോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ദേ കിടക്കുന്നു. ആരാ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു വെച്ചേക്കുന്നത്? ഇത് അനേക മനുഷ്യരുടെ ചിന്താഗതിയാണ്. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടാണ് ഇനി പറഞ്ഞത്. നീ ഒന്നും ചെയ്തില്ലാലും നിന്റെ ജീവിതത്തിൽ ഇപ്പൊ കഷ്ടത വരുമെന്നേ. നീ ഒന്നും ചെയ്യണ്ട, ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യണ്ട. നീ ഈ ലോക മനുഷ്യനായിട്ടൊക്കെ ജീവിച്ചോ. കഷ്ടതയുണ്ടോയെന്ന് അവരോട് ചോദിച്ചു. അവർ പറയും നല്ല കഷ്ടതയാണെന്ന് പറയും. ആ കഷ്ടത്തിൽ നിന്ന് മാറാനായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ആണോ അല്ലയോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ മനുഷ്യന്റെ മനസ്സിലേക്ക്, നമ്മുടെ മനസ്സിനാണ് ചേഞ്ച് ഉണ്ടാകേണ്ടത്. മാനസാന്തരം എന്ന് പറയുന്നത് മനസ്സിനാണ് ഉണ്ടാകേണ്ടത്. ഇതുണ്ടാകാത്തിടത്തോളം കാലം നമ്മൾ ഇന്നും ആ ലോകത്തിന്റെ ചിന്ത അനുസരിച്ച് അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എന്താണ്, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് നിങ്ങൾ കബളിപ്പിക്കപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. വായിച്ചാണ് കർത്താവിനെ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. യേശു ഇതിന് അടയാളങ്ങളുടെ ആരവമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു, തന്റെ മഹത്വം വെളിപ്പെടുത്തി. ആദ്യത്തെ ശുശ്രൂഷയായിരുന്നു തന്റെ മഹത്വം വെളിപ്പെടുത്തിയത്. ആമേൻ. ആദ്യത്തെ ശുശ്രൂഷ. ഒടുവിലത്തെ ശുശ്രൂഷ എന്തായിരുന്നു? എങ്ങനെയായിരുന്നു മഹത്വം വെളിപ്പെടുത്തിയത്?
തന്റെ ഉയർത്തെഴുന്നേൽപ്പിനോടുകൂടി തന്റെ മഹത്വം വെളിപ്പെടുത്തി. ആമേൻ. സകല മനുഷ്യരും കണ്ടു, ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നു ആ മഹത്വം. ആമേൻ. തുറന്നു കിടക്കുന്ന ഒരു കല്ലറ, ആ മഹത്വം ഇന്നും മനുഷ്യർ കണ്ടുകൊണ്ടിരിക്കുന്നു. ആദ്യം വെളിപ്പെടുത്തിയ മഹത്വം എന്തായിരുന്നു? കാനാവിലെ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കി. ആമേൻ. ഞാൻ ഇനി നിങ്ങളോട് ചോദിക്കട്ടെ, അതിനകത്തിൽ യേശു ആ വെള്ളത്തെ തൊട്ടോ? ഇല്ല. എന്ത് ചെയ്തുള്ളൂ? യേശു പറഞ്ഞു, യേശു കൽപ്പിച്ചു, ആമേൻ. അത് അവരനുസരിച്ചു. നിങ്ങള് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലാണ്. പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് പൂർണ്ണ മഹത്വത്തോടു കൂടിയാണ് ഉള്ളത്. മഹത്വത്തിനകത്ത് 3 കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് പ്രസൻസ്, പവർ ആൻഡ് ഗുഡ്നസ്. ആമേൻ. ദൈവത്തിന്റെ ശക്തിയാണ് ആ വെള്ളം എന്തായി തീർന്നത്? വീഞ്ഞായി തീർന്നത്. ദൈവത്തിന്റെ ഗുഡ്നസ് ആണ് ആ വിവാഹവേദിയിൽ നാണം കെടാതെ ആ കുടുംബത്തെ രക്ഷിച്ചത്. ആമേൻ. ദൈവത്തിന്റെ പ്രസൻസ് ആണ് അവൻ തന്നെ അവിടെ തന്നെ ഉള്ളത്. അവനെ അവർ ക്ഷണിച്ചിരുന്നു എന്ന് നമുക്ക് ആദ്യ ഭാഗങ്ങളിൽ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. ആമേൻ. ആദ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിനെ ക്ഷണിച്ചു വരുത്തണം. എന്നിട്ട് അവൻ നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിൽ കൂടി അത് പ്രവർത്തി മണ്ഡലത്തിൽ കൊണ്ടുവരണം. അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. റോമാലേഖനം 8-ാം അധ്യായം എടുത്താട്ട് കർത്താദാസനെ. റോമാലേഖനം 8-ാം അധ്യായമാകുന്നു. അത് അന്ന് തോന്നുന്നു അവിടെ എടുത്താട്ട് അതിന്റെ 17-ഉം 18-ഉം ഒന്ന് വായിച്ചാട്ട്. നാം മക്കളെങ്കിലും അവകാശികളാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. നമ്മൾ വെളുപ്പാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അപ്പം നമ്മളെ ഞാൻ മുമ്പേ കഷ്ടത്തെ കുറിച്ച് പറഞ്ഞു. ഏറ്റവും കൂടുതൽ കഷ്ടങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജനതയായിട്ട് മാറി ക്രിസ്തീയ വിഭാഗം. അങ്ങനെ കർത്താദാസന് തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഞാൻ ഞാൻ ഇതേ ഭാഗത്ത് വന്ന കാലം പോലെ ഇത് തന്നെ കേൾക്കാറുള്ളത്. ഇതേ കേൾക്കുന്നുള്ളൂ. ഈ നമ്മുടെ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിശാലതയിലേക്ക് കൊണ്ടുവരണം. ഒരു വിശാലമായ മനസ്സ് നമുക്കുണ്ടാകണം. ശലോമോന് ദൈവം പറഞ്ഞിരിക്കുന്നത് അവന് എന്താണ്, അവന്റെ ഹൃദയ വിശാലത എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്. എവിടെയാണ് ഞാൻ ഓർക്കുന്നില്ല. എന്താണ്, സമുദ്രതീരത്തെ മണത്തരി പോലെ എങ്ങനെയോ ഒരു വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനത് ഓർക്കുന്നില്ല. ഹൃദയ വിശാലത നൽകിയെന്ന്. നമ്മുടെ ഹൃദയത്തിനൊരു വിശാലത ഉണ്ടാകണം. ഇടുങ്ങിയ മനസ്സുമായിട്ടും ഇടുങ്ങിയ മനോഭാവമായിട്ടിരുന്നാല് നമുക്ക് ദൈവത്തിന്റെ പ്രവൃത്തി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊരു ഹൃദയ വിശാലത ഉണ്ടാകണം. നിങ്ങളെ കൊണ്ട് സാധിക്കും. നമ്മളെ ഈ മനസ്സ് ഇങ്ങനെ ഇടുക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഉപദേശിക്കുന്നവരാ. ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് എനിക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ആരായി പറഞ്ഞു തലയിൽ കയറ്റി വെച്ചേക്കുന്നത്? ആരാ കയറ്റി വെച്ചേക്കുന്നത്? ഓരോ മനുഷ്യര് പ്രസംഗിക്കുന്നവരും പറഞ്ഞു കയറ്റി വെച്ചിരിക്കുക. കാരണം അവരുടെ ജീവിതത്തില് ഞാൻ ഈ ദൈവഭാഗത്ത് വന്നു. ഈ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. എന്തുമാത്രം പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അതിനെ വലുതാക്കി കണ്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ നീ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ദൈവമക്കളെ, നിങ്ങൾ മനസ്സ് വെച്ചാൽ ദൈവം നിങ്ങളെ വിശാലതയിലേക്ക് നടത്തും. ദൈവ മഹത്വം നിങ്ങളിൽ വെളിപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങൾ എത്ര പേര്, ഞങ്ങളെ കേൾക്കുന്ന എത്ര പേര് ആഗ്രഹിക്കുന്നു ദൈവ മഹത്വം എന്നിൽ കൂടി വെളിപ്പെട്ട് വരണം എന്ന്? നിങ്ങൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്?
നമ്മുടെ ഇടുങ്ങിയ മനോഭാവം മാറട്ടെ. Amen. ഇടുങ്ങിയ ചിന്താഗതികൾക്ക് വ്യത്യാസം വരട്ടെ. ഇവിടെ വായിക്കുന്നത് മക്കളെങ്കിലോ അവകാശികളാണ്, ക്രിസ്തുവിന് കൂട്ടവകാശികളാണ്. എന്തിന്റെ കൂട്ടവകാശമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? ദൈവമഹത്വത്തിന്റെ. ദൈവമഹത്വമാണ് നമുക്ക് തന്നേക്കുന്നത്. Amen. നമ്മളിൽ കൂടി ദൈവമഹത്വം വെളിപ്പെടണം. കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്തതിലും അധികം എന്നെ വിശ്വസിക്കുന്നവൻ ചെയ്യും. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ഇസ്രായേൽ മക്കള് കണ്ട അത്ഭുതങ്ങൾ മാത്രം പോലെ അന്ന് കർത്താവ് ചെയ്തത്. Yes. കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ എഴുതിയാലങ്ങ് തീരാത്തതുപോലെ ഉണ്ടായിരുന്നു. എന്നിട്ടും അല്പകാലം മാത്രമേ ഈ തിരുവചനത്തിനകത്ത് നമ്മൾ കാണുന്നുള്ളൂ. Amen. ദൈവമക്കളെ, നമ്മളിൽ കൂടി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരണം. Yes. അതിന് ഞാൻ എന്ത് ചെയ്യണം? അവിടെ പറയുന്നു, നിങ്ങൾ സാരമില്ല ഈ കഷ്ടം എന്ന് പറയാനായിട്ട് പഠിക്കണം. Hallelujah. പറഞ്ഞിരിക്കുന്നത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ Hallelujah. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ എന്തില്ല, ആരുമില്ല. സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. Amen. അടുത്ത വാക്യത്തിൽ വായിക്കുന്നത് ശ്രദ്ധിക്കണം. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ആര്? സൃഷ്ടി. എന്താണ് സൃഷ്ടി? ലോകം മുഴുവനും ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ. ആരാ ദൈവപുത്രന്മാർ? ഞാനും നിങ്ങളും. നമുക്ക് വെളിപ്പെട്ട് കിട്ടിയതിന്റെ അതിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ട്? എന്തിനു വേണ്ടിയാണെന്നറിയാമോ? സൃഷ്ടി ദ്രവ്യത്വത്തിന്റെ ദാസത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്ന ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ഈ ലോകം പോലും കീഴ്പ്പെട്ടിരിക്കുകയാണ് ദൈവപുത്രന്മാരുടെ തേജസ് വെളിപ്പെടുന്നത് കാണാൻ. ഒന്ന് വായിച്ച കർത്താവിന്റെ 19-20 റോമാലേഖനം 8-ന്റെ 19-20. ആ സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിച്ചു എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. അപ്പം ലോക സൃഷ്ടി പോലും ദൈവപുത്രന്മാരുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും. ഇന്നും എന്തുകൊണ്ടാണ് നമ്മൾ ഈ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കാത്തതെന്നാണ്? സൃഷ്ടി പോലും കാത്തിരിക്കുന്നു. അങ്ങനെയല്ലേ വായിച്ചത്? ഇതിനെ എന്താ വ്യാഖ്യാനിക്കേണ്ടത്? ഇത് അത് തന്നെയല്ലയോ? അതെ. ദൈവമക്കളെ, നമ്മൾ നമ്മളിൽ പകർന്നിരിക്കുന്ന ഈ അത്യന്ത തേജസ് വെളിപ്പെടണം. അത് വെളിപ്പെടുത്തണം. ആര് വെളിപ്പെടുത്തണം? നാം ഓരോരുത്തരും. ആമേൻ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ പകർന്നിരിക്കുന്ന ആ തേജസിന്റെ ശക്തിയെ കുറിച്ച് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മളിൽ പകർന്നിരിക്കുന്ന ദൈവ തേജസിന്റെ ശക്തി, ആ തേജസിന്റെ വലിപ്പം, ആ തേജസിന്റെ മാഹാത്മ്യം നമ്മളൊന്ന് കാണാൻ പോവുകയാണ്. അത് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിലേ കാണാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ പറഞ്ഞത് കൊണ്ടോ നിങ്ങൾ ബൈബിൾ വായിച്ചത് കൊണ്ടോ ഇതൊന്നും കാണാൻ പറ്റത്തില്ല. നിങ്ങളുടെ ചിന്താഗതികൾക്ക് വ്യത്യാസപ്പെടുത്തണം. നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ നിന്ന് പുറത്തു വരണം. ദൈവവചനത്തിലേക്ക് പുറത്തു വരണം. അത് വായിക്കുന്നതിന് മുമ്പ് ഒരു വചനം വായിച്ചാൽ എടുത്താൽ അത് എൻ്റെ ഹൃദയത്തിലോട്ട് ഓടി വന്നാണ്. 119-ാം സങ്കീർത്തനത്തിന്റെ അതിൻ്റെ 130-ാമത്തെ വാക്യം. നിന്റെ വചനങ്ങളുടെ പ്രത്യക്ഷത പ്രകാശപ്രദം ആകുന്നു, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു. നിന്റെ വചനങ്ങളുടെ പ്രത്യക്ഷത പ്രകാശപ്രദമാകുന്നു, അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു. ഓക്കെ, ഞാൻ വേറൊരു വേർഷനകത്ത് വായിക്കാം.
നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു. അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു. എന്നാൽ POC ബൈബിളിൽ എഴുതിയിരിക്കുന്നത് വേറൊരു വേർഷനാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് നിന്റെ വചനങ്ങളുടെ ചുരുൾ അഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു. ആമേൻ. വചനങ്ങളുടെ ചുരുൾ അഴിയുമ്പോൾ എന്താ നമ്മളിലേക്ക് ഈ പ്രകാശം പരക്കാത്ത, ഈ മഹത്വം വെളിപ്പെട്ട് വരാത്തത്? കഴിയാത്തതുകൊണ്ട്. വചനങ്ങളുടെ ചുരുൾ അഴിയുന്നില്ല. എന്താ കാര്യം? നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇന്റർപ്രിട്ടേഷൻ കൊണ്ട് നടക്കുക. ആമേൻ. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചേ, ഈ ഇപ്പൊ നടക്കുന്ന സ്റ്റേജ് പ്രസംഗങ്ങളെല്ലാം നിങ്ങളൊന്ന് ചിന്തിച്ചേ. എവിടെയെങ്കിലും ഒരു വാക്യം വായിക്കും, പിന്നീട് ബൈബിൾ തുറക്കത്ത് പോലുമില്ല. എന്നിട്ട് എന്താണ് റെവലേഷൻ മുതൽ, ഉൽപ്പത്തി മുതൽ റെവലേഷൻ വരെ ഓടി നടന്ന് എന്തെല്ലാമോ വിളിച്ചു പോവും, സ്റ്റേജും തകർക്കും. ആമേൻ. വചനത്തിന്റെ ചുരുൾ അഴിഞ്ഞു കിട്ടിയോ? അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കിയോ? ഇല്ല. എന്താ ആക്കാത്തത്? ചുരുളഴിയാത്തതുകൊണ്ട്. ദൈവവചനത്തിന് ചുരുൾ അഴിഞ്ഞു കിട്ടണം. ആമേൻ. അത് വേറൊരു കാര്യത്തോടെ ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൂടെ വായിച്ചിട്ട് സദൃശവാക്യം 25-ന്റെ രണ്ടാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. സദൃശവാക്യം. കാര്യം മറച്ചു വെക്കുന്ന ദൈവത്തിന് മഹത്വം, കാര്യം പറയുന്നത് രാജാക്കന്മാർക്ക് മഹത്വം. എന്താണ് കാര്യം മറച്ചു വെക്കുന്നത്? ദൈവത്തിന്റെ മഹത്വം. അതാണ് വെളിപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിപ്പെട്ട് കിട്ടുക. അപ്പൊ മറഞ്ഞു കിടക്കുന്നതിനെ വെളിപ്പെടുത്തി എടുക്കുക. മിസ്റ്ററിയാണ് ദൈവവചനം. അത് വെളിപ്പെടുത്തി എടുക്കേണ്ടത്, അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ജോലി ആരുടേതാ? അവരവരുടേതാ. എങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റും? വായിച്ചിട്ട് അർത്ഥം, അതിനകത്തിൽ എഴുതിയിരിക്കുന്ന ആക്ഷരിക അർത്ഥം എന്താണെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് കർത്താവിനോട് ചോദിക്കണം. അപ്പൊ ആ അർത്ഥം മനസ്സിലാകുന്നുണ്ട്, ഇതെങ്ങനെയാണ് വെളിപ്പെട്ട് കിട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. മുഴുവൻ കാര്യവും വെളിപ്പെട്ട് കിട്ടും. ഇന്ന് അനേകർക്ക് ഒന്നും വെളിപ്പെടുന്നില്ല. അവര് എന്താണ് ഇതുമായിട്ട് നടക്കുക, എന്തോ അതിന് പറയുന്നത്, വ്യാഖ്യാനം കൊണ്ട് നടക്കുക. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ വായിക്കാൻ പോകുന്ന വചനം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ, നിങ്ങൾക്കെല്ലാം കാണാതെ അറിയാവുന്ന വചനങ്ങളാണ്. കാണാതെ അറിയാവുന്ന വചനം ഇഷ്ടംപോലെ പ്രാവശ്യം വായിച്ചിട്ടുള്ള വചനമായി. ഇതൊന്നും പുതുതായിട്ടൊന്നും എടുത്തോണ്ട് വന്നതല്ല, രഹസ്യമായിട്ടൊന്നും ഇരിപ്പില്ല. അതിനകത്തിൽ നിങ്ങളിൽ പൊതിഞ്ഞിരിക്കുന്നതും നിങ്ങളിൽ ആവസിച്ചിരിക്കുന്നതുമായ ദൈവശക്തിയുടെ ആ വലിപ്പം ഒന്ന് കാണിക്കാൻ പോവാണ്. 24-ാം സങ്കീർത്തനം എന്താണ്? 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആര്? ജവാനും വീരനുമായ യഹോവ. യഹോവ തന്നെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. ഇനിയും നിങ്ങള് ഒന്ന് ചിന്തിക്കുക. മഹത്വത്തിന്റെ രാജാവിന് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? വാതിലുകൾ തുറന്നു വരണം. ആമേൻ. എപ്പോഴാണ്? അവിടെ പറയാണ്, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഈ മഹത്വത്തിന്റെ രാജാവിന് പ്രവേശിക്കാൻ വേണ്ടി വാതിൽ തുറന്നു കിട്ടുമോ? താനെ തുറക്കുമോ? തുറക്കാതിരിക്കുമോ? കർത്താനാഥൻ തന്നെ എന്ന് പറഞ്ഞു, തുറക്കുമോ? തന്നെത്താൻ തുറക്കും. കാരണം എന്താണ്? ഇത് മഹത്വത്തിന്റെ രാജാവാണ്, കിങ് ഓഫ് ഗ്ലോറിയാണ് വന്നിരിക്കുന്നത്. തുറക്കാത്ത വാതിലൊക്കെ തന്നെത്താൻ തുറക്കും. എത്ര പഴഞ്ഞ വാതിലാണെന്നുണ്ടെങ്കിലും, എത്ര വ്യാപാരി പോകാത്ത വാതിലും തുറന്നിരിക്കുമെന്നേ. എന്താ കാര്യം? അതിന് അടുത്ത വാക്യത്തിനകത്തുണ്ട്, 9-ാമത്തെ വാക്യം. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആര്? സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. ആരാണ് മഹത്വത്തിന്റെ രാജാവ്? സൈന്യങ്ങളുടെ യഹോവയാണ് മഹത്വത്തിന്റെ രാജാവ്. ആമേൻ. ലോർഡ് ഓഫ് ഹോസ്റ്റ്
He is the King of glory. ആമേൻ. ഈ കിങ് ഓഫ് ഗ്ലോറി എവിടെയാ വസിക്കുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞേ, എവിടെയാ വസിക്കുന്നത്? കർത്താവിന്റെ ദാസന്റെ ഉദ്ദേശത്തിൽ എവിടെയാ വസിക്കുന്നത്? നമ്മിലല്ലയോ? അതെ. ഈ കിങ് ഓഫ് ഗ്ലോറി എന്നിലാ വസിക്കുന്നത്. നിങ്ങളിലാണോ ഇല്ലയോ എന്ന് ഞങ്ങളിൽ വസിക്കുന്നുണ്ട്, എന്നിലുണ്ട് കിങ് ഓഫ് ഗ്ലോറി. നിങ്ങളിലുണ്ടോ? അപ്പൊ നിങ്ങൾ ചെല്ലുന്നിടത്ത് വാതിൽ തുറന്ന് കിട്ടുമോ ഇല്ലയോ? തീർച്ചയായിട്ടും. കാരണം എന്തോ? മഹത്വത്തിന്റെ രാജാവിനെ വഹിച്ചുകൊണ്ടാണ് നിങ്ങൾ ചെല്ലുന്നത്. ഇവിടെ കിടന്ന് കരഞ്ഞു വിളിച്ചു, കർത്താവേ നീ വാതിൽ തുറക്കണേ, കർത്താവേ, കർത്താവേ എനിക്ക് ജോലി കിട്ടുന്നില്ല, കർത്താവേ, കർത്താവേ. അങ്ങനെയാണ് കർത്താവേ. എടാ, സിമ്പിൾ അല്ലയോ? ഞാൻ മഹത്വത്തിന്റെ രാജാവുമായിട്ട് വന്നിരിക്കുന്നു, വാതിലെ തുറന്നു വരിക എന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. എന്താ തുറന്നു കിട്ടാത്തത്? വല്ലവന്റെ കാല് പിടിക്കുകയൊന്നും വേണ്ട വാതിൽ തുറക്കുന്നതിന് വേണ്ടി. സൈന്യങ്ങളുടെ യഹോവയാണ് ഈ മഹത്വത്തിന്റെ രാജാവ്, കിങ് ഓഫ് ഗ്ലോറി. മഹത്വത്തിന്റെ ബലവാനും വീരനുമായ യുദ്ധവീരനായ യഹോവ തന്നെ. യുദ്ധക്കളത്തിൽ ഇരിക്കുന്ന സൈന്യങ്ങളുടെ യഹോവ, യുദ്ധവീരനായവൻ നിന്റെ ഉള്ളിൽ വസിക്കുന്നു. അവൻ വന്നു കഴിഞ്ഞാൽ ഏത് ശത്രു അതിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നത്, നിനക്ക് നേരെ നിൽക്കാൻ പറ്റുന്നത്? ഒന്ന് പറഞ്ഞേ. ആമേൻ. മഹത്വത്തിന്റെ രാജാവിനെ വഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും എന്നുള്ള സുബോധം ആർക്കുണ്ടാകണം? അവരവർക്കുണ്ടാകണം. അപ്പോൾ മാത്രമേ ഈ മഹത്വത്തിന്റെ രാജാവിന്റെ വാല്യൂ അറിയത്തുള്ളൂ. അപ്പോഴാണ് എനിക്കറിയത്തില്ല എങ്ങനെയാണ് ഈ വാതിൽ തുറന്നു കിട്ടിയതെന്ന്. പലരും ഇതിനു വേണ്ടി റെക്കമെൻഡ് ചെയ്ത് നോക്കി, ഒരിക്കലും കിട്ടാത്തത്. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ എനിക്ക് വേണ്ടി തുറന്നു വന്ന് തരാം, നിനക്ക് തരാമെന്ന് പറഞ്ഞു. എന്താ കിട്ടിയത്? കാര്യം എന്താ? മഹത്വത്തിന്റെ രാജ, യുദ്ധവീരനായ യഹോവ നിന്നോട് കൂടെ ഉള്ളത് കൊണ്ടാണ്. ആമേൻ. ദൈവവേദലേ, ഇത്രയും വലിയ യുദ്ധവീരനായ കിങ് ഓഫ് ഗ്ലോറി, അതൊന്ന് വായിച്ചാൽ. ഓക്കെ, ഞാൻ ഇംഗ്ലീഷ് വായിക്കാം. ലിഫ്റ്റ് അപ്പ് യുവർ ഹെഡ്സ്, O ye gates, ye be lift up, and everlasting doors, ye lift up. എന്നിട്ട് വായിക്കുന്നതാണ്, and King of glory shall come in. King of glory, അവൻ ആരാണ്? കിങ് ഓഫ് ഗ്ലോറി ആണ്, മഹത്വത്തിന്റെ രാജാവ്. എവിടെയാ വസിക്കുന്നത്? എന്നിൽ. ഈ ബോധം സഹോദരങ്ങളെ നിങ്ങൾക്കുണ്ടോ? ഞങ്ങളെ കേൾക്കുന്ന ഓരോരുത്തരുമേ നിങ്ങൾക്ക് ആ ബോധമുണ്ടോ? നമ്മളിൽ വസിക്കുന്നുണ്ടോ ഈ ഗ്ലോറി? ഇപ്പൊ എങ്കിലും വിശ്വാസം വന്ന ഈ ഗ്ലോറി എന്നിൽ വസിക്കുന്നുണ്ടെന്ന് നിങ്ങളിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ദൈവത്തിന്റെ മഹത്വത്തിന്റെ രാജാവ് എന്നിൽ വസിക്കുന്നു. അവൻ യുദ്ധവീരനായ യഹോവയാണ്. അടുത്ത വാക്യത്തില്, ഈ 8ാമത്തെ വാക്യത്തിൽ, ഹൂ ഈസ് ദ കിങ് ഓഫ് ഗ്ലോറി? കൺഫർമേഷൻ തരികയാണ്. ദ ലോർഡ് സ്ട്രോങ് ആൻഡ് മൈറ്റ്, ദ ലോർഡ് ദ മൈറ്റി ഇൻ ദ ബാറ്റിൽ. ആമേൻ. യുദ്ധവീരനായ യഹോവ എന്നിലാണ് വസിക്കുന്നത്. എന്നെ പറഞ്ഞാണ്, യുദ്ധവീരനായ യഹോവ എന്നിലാണ് വസിക്കുന്നത്. അതുകൊണ്ട് തുറക്കാത്ത വാതിലുകളൊക്കെ ഞാൻ വരുമ്പോ തുറന്നിരിക്കും. ആമേൻ. ഞാൻ യുദ്ധവീരനായ യഹോവ എന്നിൽ വസിക്കുന്നു, അതുകൊണ്ട് തുറക്കാത്ത വാതിലൊക്കെ ഞാൻ ചെല്ലുമ്പോൾ തുറന്നിരിക്കും. ആമേൻ. ദൈവമക്കളെ, നിങ്ങളെ തന്നെ നിങ്ങൾ നിസ്സാരന്മാരായി കാണരുത്. നമ്മുടെ ഇടയിലെ ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് പ്രശ്നം. പറഞ്ഞാട്ട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. അങ്ങനെ നിങ്ങളെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. അതേ, ഈ കള്ളത്തരവും കൊള്ളിവെപ്പുമായിട്ട് നടക്കുകയും പണത്തിലും ഇതും ഇല്ലാതെ ഒരു വ്യവസ്ഥ, ഒരു എന്താണ്, വിശ്വസ്തതയും ഇല്ലാതെ പ്രവർത്തിക്കുന്നവർക്ക്
എന്നിട്ട് പോയി കുത്തിയിരിക്കും ദൈവസന്നിധി എന്ന് പ്രാർത്ഥിക്കാനായിട്ട്. അവർ പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ല, പല രീതിയിലുള്ള അഭ്യാസങ്ങൾ അവരുടെ കയ്യിലുണ്ട്. ആമേൻ. രാജിന്റെ കയ്യിൽ അവർ കിടക്കുന്നത്. എന്നിട്ട് നാട്ടുകാരെ മുന്നിൽ അവർ വലിയ പ്രാർത്ഥനക്കാരാണെന്നും വലിയ ഭക്തരാണെന്നും കാണിക്കും. ഓക്കെ. അങ്ങനെയുള്ളവരുടെ ഈ പ്രശ്നങ്ങളുള്ളത്. എനിക്കിവിടെ ഭക്തി അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ആരുടെയും മുന്നേ ഭക്തി അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനൊരു ഓപ്പൺ ബുക്കാണ്, ഓപ്പണാണ്. കാരണം എൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭക്തി പ്രകടനത്തിന് ആവശ്യമൊന്നുമില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് എന്നെ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നേക്കുന്നത്, തരുന്നതും തന്നുകൊണ്ടിരിക്കുന്നതും. ആമേൻ. ഞാൻ എൻ്റെ കർത്താവിലാണ് ജീവിതകാലം മുഴുവനും ആശ്രയിച്ചിട്ടുള്ളത്. ഞാൻ ഒരു മനുഷ്യനിലും ആശ്രയിച്ചിട്ടില്ല ഇന്ന് വരെയും. ഈ കർത്താവിന്റെ ദാസൻ എന്നെ എത്ര വർഷമായി? 2009 2020 മുതലിൽ പരിചയപ്പെട്ടത്. 19 തൊട്ടാണെന്ന് തോന്നുന്നു. 19 മുതലായിട്ട്. ഈ ആരിലെങ്കിലും ആശ്രയിക്കുന്ന കർത്താവിന്റെ ദാസനെ കണ്ടിട്ടുണ്ടോ? ഈ കാലയളവ് വരെ എത്രയോ പേരെ എന്തെല്ലാം ചെയ്തു കർത്താവിന്റെ ദാസൻ കണ്ടോ? ഇല്ല. എന്താ കാര്യം? ആശ്രയിക്കേണ്ടെന്നേ, ദൈവത്തിൽ ആശ്രയിക്കുക. യുദ്ധവീരനായ യഹോവ എന്നോട് കൂടെയുണ്ട്. അവനാണ് മഹത്വത്തിന് കിങ് ഓഫ് ഗ്ലോറി, മഹത്വത്തിന്റെ രാജാവ്. 9-ാമത്തെ വാക്യത്തിനകത്ത് നിങ്ങളൊന്ന് വായിക്കണം. നിങ്ങൾ വായിക്കുന്നുണ്ട് ദൈവമക്കളെ, നിങ്ങൾ അത് നിങ്ങളിലേക്ക് കൊണ്ടുവരണം. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേ ഉള്ള കഥകളെ ഉയർന്നിരിപ്പീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും തുറക്കത്തില്ലെന്ന് പറഞ്ഞ് ശടിച്ചു നിൽക്കുന്ന കഥ ഒക്കെ തുറന്നു വരുമെന്നേ. എന്തിനാണെന്നറിയോ? മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. എന്നിട്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത് അറിയാമെന്നറിയോ? ഈ മഹത്വത്തിന്റെ രാജാവ് നിനക്ക് അറിയാമോ ആരാന്ന്? അവൻ സൈന്യങ്ങളുടെ യഹോവയാണ്. Do you know who is the King of Glory? He is the Lord of Hosts. Amen. And he is the King of Glory. അവനാണ് വന്നിരിക്കുന്നത്. നീ വാതിൽ തുറക്ക യേശുവിന്റെ നാമത്തിൽ. നിനക്ക് എവിടെയാണ് വാതിൽ തുറന്നു കിട്ടാത്തത്? നീ അരഞ്ഞു പോകും വിളിച്ചോണ്ടിരുന്നാലൊന്നും വാതിൽ തുറക്കത്തൊന്നുമില്ല. നീ മനസ്സിലാക്കണം നിന്നിൽ വസിക്കുന്നവൻ ആരാണെന്ന്, ഏത് മഹത്വമാണെന്ന്. എന്താണ് അഡ്മിഷൻ കിട്ടാത്തത്? എന്തുകൊണ്ടാണ് ജോലി ലഭിക്കാത്തത്? എന്തുകൊണ്ടാണ് നിനക്ക് വേദി കിട്ടാത്തത്? എന്തുകൊണ്ടാണ് ജനം നിന്റെ അടുക്കിലേക്ക് വരാത്തത്? ദൈവമഹത്വം വെളിപ്പെടുത്തണം. ദൈവമഹത്വം വെളിപ്പെടുത്തണം. ഇന്നു മുതൽ നിന്നിൽ വസിക്കുന്ന മഹത്വത്തിന്റെ ആഴത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ആഴമേറിയ കാര്യമാണ് ദൈവമക്കളെ ഇപ്പം നിങ്ങളോട് പറഞ്ഞത്. അതിൻ്റെ ആഴത്തെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ ദൈവത്തിന്റെ മഹത്വം നമ്മളിൽ വെളിപ്പെട്ട് വരത്തുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കണം. ഞങ്ങൾ ഈ കാണുന്നതിനെ അല്ല നോക്കിക്കൊണ്ടിരിക്കുന്നത്, കാണാത്തതിനെ, നിത്യമായിട്ടുള്ളതിനെ. നിങ്ങൾ ഈ കാണുന്നതിനെ കണ്ടിട്ടാണ് നിങ്ങളുടെ പ്രശ്നം മുഴുവനും. 2 കൊരിന്ത്യർ 4:18 ഒന്ന് വായിച്ചേട്ടോ സന്നാസനെ. 2 കൊരിന്ത്യർ 4:18. കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. താൽക്കാലികം, കാണാത്തതോ നിത്യം. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യമായിട്ടുള്ളത്. അപ്പൊ നിത്യമായിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നോക്കിക്കൊണ്ടിരിക്കേണ്ടത്. നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മൾ ഈ കണ്ടതിനെ പിന്നെയും പിന്നെയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഈ കിങ് ഓഫ് ഗ്ലോറിയുടെ വേറൊരു വാക്യം കൂടെ ഒന്ന് വായിക്കാം. അത് ബുക്ക് ഓഫ് റെവലേഷൻ ഒന്നെടുത്താണ്. ബുക്ക് ഓഫ് റെവലേഷൻ അതിന്റെ 19-ാം അധ്യായത്താണ്.
19 അധ്യായത്തിന്റെ 16 വാക്യം 15 മുതലൊന്ന് വായിച്ചോ. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. ഉം. ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയിക്കും. ആ, സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക് അവൻ മെതിക്കുന്നു. ആ, കർത്താതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. ആ. രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടയിന്മേലും എഴുതിയിരിക്കുന്നു. ആരാ നിന്നിൽ വസിക്കുന്നത്? രാജാതി രാജാവ്. രാജാതി രാജാവ്, കർത്താതി കർത്താവ്, അവനാ നിന്റെ ഉള്ളിൽ വസിക്കുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, ഈസ് ദ കിങ് ഓഫ് ഗ്ലോറി. ആമേൻ. ആ കിങ് ഓഫ് ഗ്ലോറിക്ക് നമ്മൾ എന്ത് ചെയ്യണം? അവസരം കൊടുക്കണം പ്രവർത്തിക്കാൻ. നിന്നെ വെളിപ്പെടുത്തരുത്, നിന്നിൽ ഉള്ളവനെ വെളിപ്പെടുത്തണം. ആമേൻ. നിന്നിൽ വസിക്കുന്നവനെ വെളിപ്പെടുത്തണം. എങ്ങനെ വെളിപ്പെടുത്തണം? ജോസഫ് പൊത്തിഫറിന്റെ ഭവനത്തിലായിരുന്നു. കംപ്ലൈന്റ് പറയാൻ ഒത്തിരി ഉണ്ട്. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നുണ്ടെങ്കിൽ വലിയ പുതിയ കോട്ടൊക്കെ ഇട്ടുകൊണ്ട് മാനേജർ പോസ്റ്റിലിരുന്ന് എത്ര മനോഹരമായിട്ട് ഭക്ഷണവും കഴിച്ചു നല്ല സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ കണ്ടോ, എന്നെ എൻ്റെ സഹോദരന്മാർ കുഴിയിലിട്ടു. അതിനുശേഷം ഞാൻ ഒരു അടിമയായിട്ട് ഈ വീട്ടിൽ കിടക്കുക, ദാരിദ്ര്യം അനുഭവിക്കുക, ഇവിടുത്തെ വീട്ടിലൊക്കെ വേല ചെയ്യണം. അത് മാത്രമല്ല, എനിക്ക് അരമറയ്ക്കാൻ ഒരു തുണിയെ ഇവർ തരത്തുള്ളൂ. മറ്റേ ഞാനാണെന്നുണ്ടെങ്കിൽ എത്ര മനോഹരമായിട്ടുള്ള വസ്ത്രമൊക്കെ ഇട്ടുകൊണ്ടിരുന്ന രാജകീയമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന എന്നാ ഇപ്പൊ കിടക്കുന്ന കണ്ടോ? ഇതല്ല പറയത്തുള്ള വർത്താനം ഇപ്പോഴത്തെ ആൾക്കാര്. അതെ. ഈ ദാരിദ്ര്യം അനുഭവിക്കുക, ഈ കഷ്ടത അനുഭവിക്കുക, ഭയങ്കര കഷ്ടപ്പാടാ. ക്രിസ്തീയ ജീവിതം ഭയങ്കര കഷ്ടപ്പാടാണ്. നേരത്തെ എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു, ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം. ഞാൻ ഇവിടെ വരേണ്ടിയവനല്ല കേട്ടോ. ഞാൻ ഏത് നിലയിൽ ജീവിച്ചുകൊണ്ടിരുന്ന അറിയാമോ? അവിടെ ഉള്ള അടിമകളോടെല്ലാം പറയുക പുള്ളി ഈ കംപ്ലൈന്റ്. എൻ്റെ സഹോദരന്മാർ ഒറ്റ ഒരുത്തരാ ഈ കാരണമാണ് ഞാൻ ഈ അടിമത്തം അനുഭവിക്കുന്നത്, ഈ കഷ്ടത അനുഭവിക്കുന്നത്. ഊടുതുണിക്ക് മറുതുണിയുണ്ടോ ഇവിടെ? ആ അരമറയ്ക്കാനൊരു തുണി കിട്ടും. എന്നിട്ട് ഈ വീട്ടിൽ കിടക്കുന്ന ജോലിയെല്ലാം ചെയ്യണം. തൂക്കണം, തുടയ്ക്കണം, പാത്രം കഴുകണം. ഞാനിതൊന്നും കണ്ടിട്ട് പോലില്ല, ചെയ്തിട്ടും ഇല്ലാത്ത ഞാനായിപ്പം ഇതെല്ലാം ചെയ്യുന്നത്. എന്തോ ഒരു വലിയ കഷ്ടതയാണെന്നറിയോ? എങ്ങനെയുണ്ട് ജോസഫ്? എന്ത് കഷ്ടതയാണെന്നേ. പൊത്തിഫറിന്റെ വീട്ടിലേക്ക് കിടന്ന ജോലിയാ. ഹലോ, ഇതല്ലയോ നമ്മുടെ ബന്ധുക്കോസുകാരൻ പറയുന്നത്? അതെ അതെ അതെ. അവനിലെ ഗ്ലോറി കണ്ടിട്ട്, അവനിൽ ദൈവം ഉണ്ടെന്ന് കണ്ടപ്പോ അവനെ ആ സ്ലേവിന്റെ മേലധികാരിയാക്കി, ആ വീടിന്റെ മേലധികാരിയാക്കി. ആര്? പൊത്തിഫർ. ദൈവമക്കളെ, നിന്നിൽ വസിക്കുന്ന ഗ്ലോറി കംപ്ലൈന്റിൻ്റെതല്ല, ആമേൻ. ദാരിദ്ര്യം പറച്ചിലിൻ്റെതല്ല. ആമേൻ. നിന്നിൽ വസിക്കുന്നത് മഹത്വത്തിന്റെ രാജാവാണ്, രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്, ധന്യനായ ഏകാധിപതിയാണ്, ഏകനായ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ് നിന്നിൽ വസിക്കുന്നവൻ. ആമേൻ. വെറും നിസാരമായി കാണുന്നുവോ നിന്നിൽ വസിക്കുന്ന ഗ്ലോറിയെ? ആമേൻ. അല്ല, മനസ്സിലാകുന്നുണ്ടോ? എനിക്കറിയത്തില്ല. എത്ര പറഞ്ഞാലും ചിലർക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല. എത്ര പറഞ്ഞാലും അവൻ ഈ പണ്ട് പഠിച്ചു വെച്ചതും കൊണ്ട് നടക്കുക. മക്കളെ, നിങ്ങളൊന്ന് ചേഞ്ച് ആകും. നിങ്ങളിൽ കൂടി ദൈവമഹത്വം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യോടെ വായിച്ച് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇനി അവന്റെ നാമത്തിന്റെ പ്രത്യേകതയോടെ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, അത് നമുക്ക് 72 സങ്കീർത്തനം ഒന്ന് എടുത്താട്ടെ.
Psalms 72. ഓക്കെ. ഓക്കെ, അതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിന് 18, 19 മാത്രം വായിച്ചാണ്. താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി ഇസ്രായേലിന്റെ ദൈവമായ യഹോവയായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവന്റെ മഹത്വമുള്ള നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭൂമി മുഴുവനും അവന്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. Praise the Lord. ആമേൻ, ആമേൻ. താൻ മാത്രം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ. അവൻ എവിടെയാ വസിക്കുന്നത്? എവിടെയാണ് താൻ വസിക്കുന്നത്? നമ്മിൽ. താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി ഇസ്രായേലിന്റെ ദൈവമായ യഹോവയായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. അവൻ വസിക്കുമ്പോ നിങ്ങൾ ദാരിദ്ര്യവും കുറ്റവും കുറവും പറഞ്ഞുകൊണ്ട് നടന്ന സഹോദരങ്ങളെ, നിന്നിൽ കൂടി ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആമേൻ. അതിന്റെ മേളത്തെ വാക്യങ്ങളൊന്ന് വായിച്ചാണ്. അവന്റെ നാമം എന്നേക്കും ഇരിക്കും. അവന്റെ നാമം സൂര്യനുള്ളിടത്തോളം നിലനിൽക്കും. മനുഷ്യർ അവന്റെ പേര് ചൊല്ലി അന്യോന്യം അനുഗ്രഹിക്കും. സകല ജാതികളും അവനെ ഭാഗ്യവാൻ എന്ന് പറയും. അതിന് 16-ാമത്തെ വാക്യങ്ങൾ ചേർത്ത് വായിക്കും. ഇത് വായിക്കുന്നതോറും ദൈവത്തിന്റെ ആ ശക്തിയെ കുറിച്ചാണ് മനസ്സിലോട്ട് ഓടി വരുന്നത്. ദേശത്ത് പർവ്വതങ്ങളുടെ മുകളിൽ ധാന്യ സമൃദ്ധി ഉണ്ടാകും. ആ, അതിന്റെ വിളവ് ലബാനോനെ പോലെ ഉലയും. നഗരവാസികൾ ഭൂമിയിലെ സസ്യം പോലെ തഴയ്ക്കും. അവന്റെ നാമം എന്നേക്കും ഇരിക്കും. അവന്റെ നാമം സൂര്യനുള്ളിടത്തോളം നിലനിൽക്കും. മനുഷ്യർ അവന്റെ പേർ ചൊല്ലി അന്യോന്യം അനുഗ്രഹിക്കും. സകല ജാതികളും അവൻ ഭാഗ്യവാൻ എന്ന് പറയും. Praise the Lord. ഇതിനെ എങ്ങനെയാണ് വിവരിച്ചു തരേണ്ടത്? എനിക്കറിയത്തൊന്നുമില്ല. ഇതിനെ എങ്ങനെയാണ് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതെന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രിയമുള്ള ദൈവമക്കളെ, ദേശത്ത് പർവ്വതങ്ങളുടെ മുകളിൽ ധാന്യ സമൃദ്ധി ഉണ്ടാകും. നിന്റെ കുടുംബത്തിൽ സമൃദ്ധി ഉണ്ടാകും. അതിന്റെ വിളവ് ലെബാനോനിലെ പോലെ ഉലയും. നഗരവാസികൾ ഭൂമിയിലെ സസ്യം പോലെ തഴയ്ക്കും. എന്ന് പറയാം, അവന്റെ നാമം എന്നേക്കും ഇരിക്കും. അവന്റെ നാമം സൂര്യൻ ഉള്ളിടത്തോളം നിലനിൽക്കും. ഇന്ന് നിങ്ങൾ ഇസ്രായേലിലേക്ക് ഒന്ന് നോക്ക്. ഇസ്രായേലിനെ നശിപ്പിക്കാൻ വന്ന ആർക്കെങ്കിലും ഇസ്രായേലിനെ തൊഴാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇന്ന് ഒരുത്തന് ഇസ്രായേല് ഇവിടെ ഇവരോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിന് നേരെ ഈ കാലിഫോർണിയയില് തീ കത്തിയത് അത് എന്താണ്, ഈ ഗാസയിലെ ജനങ്ങളോട് ഉപദ്രവം ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം തീ കത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടൊരു വീഡിയോ ആരാണ് ഉണ്ടാക്കിയിട്ട് ഇട്ടേക്കുന്നുണ്ട്. ഗാസയില് ഇസ്രായേൽ ചെയ്തത്, ഗാസയിൽ നെല്ലിയ ഹുമാരെല്ലാം കൂടെ വന്നിട്ട് ഹമാസിനെ കൊണ്ട് വളർത്തിയത് ആരാ? നിന്റെ വീട്ടിൽ കള്ളനെ വിളിച്ചിട്ട് കള്ളനെ മറ്റുള്ളവന്റെ നേതൃത്വം അടുപ്പിച്ച് ഇറക്കിയത് നീയല്ലയോ? അപ്പൊ പിന്നെ നിനക്ക് വരാതിരിക്കുമോ ദോഷം? നിന്റെ വീട്ടിൽ ആരാ വസിക്കേണ്ടത്? വസിക്കേണ്ടത് ദൈവമോ, കള്ളനല്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവനല്ല. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഇസ്രായേലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഈ 19-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. അവന്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. അവന്റെ നാമത്തിന്റെ മഹത്വം എന്ന് തന്നെ എന്തൊരു മഹത്വമാണ്. അത് നമുക്ക് അടുത്ത ആഴ്ചയിൽ ദൈവം അനുവദിച്ചാൽ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തെ കുറിച്ച് നമ്മൾ പഠിക്കാം. ദൈവമക്കളെ, എന്തെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് തീരുന്നില്ല. തിരുമഹത്വം നമ്മുടെ ദേശങ്ങളിൽ വസിക്കേണ്ടതിന് അവന്റെ രക്ഷ തന്റെ ഭക്തന്മാരോട് അടുത്തിരിക്കുന്നു നിശ്ചയം എന്നാണ് 85-ാം സങ്കീർത്തനത്തിനകത്ത് വായിക്കുന്നത്. അതുകൂടെ വായിച്ച് നമുക്കിവിടെ അവസാനിപ്പിക്കാൻ നിർത്താനാസിന് 85-ാം സങ്കീർത്തനം അതിൻ്റെ അതിന്റെ 9-ാമത്തെ വാക്യം. തിരുമഹത്വം നമ്മുടെ ദേശത്തിൽ വസിക്കേണ്ടതിന്
അവന്റെ രക്ഷ അവന്റെ ഭക്തന്മാരോട് അടുത്തിരിക്കുന്നു നിശ്ചയം. അടുത്ത വാക്യമുണ്ട്. ദയയും വിശ്വസ്തനും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനം തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. തിരുമഹത്വം ദേശത്തിൽ വസിക്കേണ്ടതിന്, നമ്മൾ പാർക്കുന്ന ദേശത്ത് തിരുമഹത്വം വസിക്കണം. ആമേൻ. അവന്റെ രക്ഷ ഭക്തന്മാരോട് അടുത്തിരിക്കുന്നു. എൻ്റെ കുടുംബത്തിൽ ദൈവമഹത്വം വെളിപ്പെടണം, വസിക്കേണ്ടതിന് അവന്റെ രക്ഷ എൻ്റെ ഭക്തനായിരിക്കുന്ന എല്ലാവരോടും അടുത്തിരിക്കുന്നു, നിശ്ചയമെന്ന് പറയാൻ പഠിക്കണം. ആമേൻ. അതുകൊണ്ട് നമ്മൾ അടുത്ത ആഴ്ചയിൽ ദൈവം അനുവദിച്ചാൽ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അല്പമായിട്ട് ചിന്തിക്കുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.